ഇതിന് മനുഷ്യ ഇങ്ങോട്ട് വന്നേ. ഇതെന്നു നോക്കി, ഇത് ആരുടെ എന്നാണ്ട് ചെയ്തു വെച്ചേക്കാന്ന് തോന്നുന്നു. ജടാഘടാഘ സംഭ്രമ ഭ്രമണ്യലിംബ നിർച്ചരി വിലോല വീജി വല്ലരി വിരാജമാനമൂർധൻ. ഇച്ചിരി കടുത്ത പ്രയോഗമാണെന്നാ തോന്നുന്നത്. പൂവും പുഷ്പമൊക്കെ ഉണ്ടല്ലോ. ദൈവമേ, ഞങ്ങൾക്കൊന്നും വരുത്തല്ലേ. ചെയ്തു തല ഇടുത്തി വീഴണേ. എന്റെ പൊന്നു ലീവേ, ഭഗവാൻ ഇരുത്തിയും ചോദിച്ചോണ്ട് നടക്കുവാണോ? ആരുടെ തലയിൽ ഇടലെന്ന് ചോദിച്ചോണ്ട്. ഇതൊക്കെ ചുമ്മാ ആരാണ്ട് പറ്റിക്കാൻ കൊണ്ട് വെച്ചേക്കണാണ്. ഇത് നമ്മളെ ആരാണ്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ചെയ്തു വെച്ചേക്കണതാ. ഇതിന് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പ്രതിവിധി ചെയ്യണം. ഈ മുട്ടയിൽ എന്തൊക്കെ എഴുതി വെച്ചേക്കോ. ഇത് കണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ. എന്നാ ഇത് എന്നാന്നറിയാലോ. നമുക്ക് ആരെങ്കിലും നോക്കിച്ചിട്ടെടുക്കാം. ഇല്ലേ, അങ്ങനെ തല വിട്ട് തെറിച്ച് പോവാണെങ്കിൽ അങ്ങ് പോട്ടെ. ഇതല്ലാണ്ട് തലകുട്ടിയുടെ പടമൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഇതാണ്ട് ഭീകരനാന്ന് തോന്നുന്നല്ലോ. എൻ്റെ പൊന്നു വീട്ടുകാരെ, നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ എന്നാന്ന് വായിക്കാൻ പാടില്ലോ. നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. നിങ്ങളുടെ വീട് കുളം തോണ്ടാനും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്ത് നശിപ്പിക്കാനൊന്നും എനിക്ക് കഴിവില്ല. ചാരായം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ രാജാവിനെ പോലെ ജീവിച്ചവനായിരുന്നു ഞങ്ങൾ മുട്ടകൾ. ചാരായവും മുട്ടയും മുളക് പൊടിയും തിന്നപ്പോൾ കൊടുത്ത സുഖമൊന്നും ഒരു മന്ത്രവാദിക്കും ഞങ്ങളെ കൊണ്ട് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കൂടോത്രത്തിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങളെ നാണം കെടുത്തിയ യുവന്മാരെ കണ്ടുകിട്ടുണ്ടെങ്കിൽ ഓടിച്ചിട്ട് തല്ലാനായിട്ട് മുട്ട അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിലും ശാസ്ത്രം ഇത്രയും പുരോഗതി പ്രാപിച്ചിട്ടും മുട്ടയ്ക്കകത്ത് കൂടോത്രമെന്നും പറഞ്ഞ് നടക്കണവനെയൊക്കെ ചാട്ടവാറിനടിക്കണം എന്ന് പാവം മുട്ട. എന്റെ ദൈവമേ, എനിക്ക് ഇപ്പോഴാ ഒന്ന് ശ്വാസം നേരെ വീണേ. നിനക്ക് മനസ്സിലായോ? ഇതൊക്കെ വെറും തട്ടിപ്പാ. ഞാനിന്ന് നീ ഏക്കണതിന് മുമ്പ് 5 മണിക്കായിട്ട് ഈ മുട്ടയിൽ ഈ അക്ഷരങ്ങളെല്ലാം എഴുതി 2 പൂവും പറിച്ചിട്ട് ചുമ്മാ ഇവിടെ കൊണ്ടുവച്ചാ. ഇത് കണ്ടപ്പോഴത്തേക്കും നീ പേടിച്ചു പോയില്ലേ? ഇതുപോലെയാ പേടിയുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മന്ത്രവാദികള്, തന്ത്രവാദികള്, കൂടോത്രക്കാരെന്നൊക്കെ പറഞ്ഞ് നടക്കണവന്മാർ ഇത്തരം ചെപ്പടി വിദ്യയൊക്കെ കാണിക്കും. അതൊക്കെ കാണുമ്പോൾ പേടിയുള്ളവർ നേരെ പൈസയായിട്ട് ഇവൻ്റെയൊക്കെ അടുത്തേക്ക് ചെല്ലും. അതിന് നമ്മളുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ നടക്കുന്ന നേതാക്കന്മാരും ഉന്നതരായ ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിന് അടിമപ്പെട്ട് നടക്കുക. അത്തരം ചിന്താഗതികളൊക്കെ മാറി നമ്മുടെ ശാസ്ത്രമൊക്കെ വളർന്നില്ലേ? ഇത്തരം ദുഷിച്ച കാര്യങ്ങൾ കൊണ്ടൊന്നും ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനോ നമുക്ക് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും പേടിക്കണ്ട. ഇതൊക്കെ വെറും തട്ടിപ്പാ. ഇത് കൊണ്ടുപോയി ബുൾസൈ അടിച്ച് ഞാനത് കഴിച്ചു നോക്കട്ടെ. എന്നെ തല പൊട്ടിത്തെറിച്ചു പോകുന്നറിയണ്ടേ? ജടാഘടാഘ സംഭ്രമ ഭ്രമണ്യലിംബ നിർച്ചരി വിലോല